നവോത്ഥാനത്തിന്റെ ദീപശിഖയാണ് വാഗ്ബടാനന്ദൻ കൊളുത്തിയത്. ആ ധാർമ്മികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് MT പോലുള്ളവരുടെ നിലപാടുകളിലൂടെയാണ്. നോട്ട് നിരോധനത്തിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചിലർ MTക്ക് നേരെ ചാടി വീണത്. വാക്കുകൊണ്ട് അസഹിഷ്ണുതയുള്ള ആളുകൾ അദ്ദേഹത്തെ കടന്നാക്രമിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, പ്രബുദ്ധമായ ഈ കേരളമാകെ തന്നെ MTയെ പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ കോട്ട പോലെ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടാകും. കേരള ആത്മവിദ്യാ സംഘം 100ാം വാർഷികവും ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 92ാം വാർഷികവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രഥമ വാഗ്ബടാനന്ദ പുരസ്കാരം MT മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിച്ചു. സമൂഹത്തിൻ്റെ തിന്മകളുടെ നേർക്ക് ആയുധങ്ങളെക്കാൾ ആവശ്യം, ആയുധങ്ങളെക്കാൾ ഫലപ്രദമായി തീരുക തൻ്റെ ചിന്തകളും തൻ്റെ വാക്കുകളുമാണ് എന്ന് കണ്ടെത്തി നിരന്തരം പ്രവർത്തിച്ച ഗുരുവായിരുന്നു വാഗ്ബടാനന്ദൻ. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായ മീനാക്ഷി അമ്മയെ ആദരിച്ചു. മന്ത്രി G. സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഞ്ഞാലിക്കുട്ടി, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, TP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, വടകര.